അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഇതുപോലെയൊരു പരാജയം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് LDF സ്ഥാനാർത്ഥിയായിരുന്ന എച്ച് സലാം. BJP വോട്ടുകൾ G സുധാകരന് ലഭിച്ചുവെന്നും എച്ച് സലാം ആരോപിച്ചു. അമ്പലപ്പുഴയിൽ BJP വോട്ടുകൾ സുധാകരന് പോയിട്ടുണ്ട്. സംസ്ഥാനത്താകെ UDF അനുകൂല തരംഗവും ഉണ്ടായിരുന്നു. ഇടതുപക്ഷത്തിന് ലഭിച്ച വോട്ടുകളും ഇത്തവണ കിട്ടിയില്ല. അതും പരിശോധിക്കും. വികസനമായിരുന്നു മുഖ്യ പ്രചാരണ വിഷയമെന്നും അതിന്റെ ഗുണം G സുധാകരനാണ് ലഭിച്ചതെന്നും എച്ച് സലാം പറഞ്ഞു. ഇപ്പോഴത്തെ വോട്ടിംഗിൽ ഒരു കണക്ക് നോക്കിയാൽ അമ്പലപ്പുഴയിൽ പ്രത്യേകമായി പറയാൻ കഴിയുന്നൊരു കാര്യം തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. BJPയുടെ വോട്ടിന്റെ ഒരു കുറവ് സംഭവിക്കും എന്നുള്ള കാര്യം. അത് കനത്ത തോതിലാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 22,400 വോട്ടാണ് BJP നേടിയത്. കഴിഞ്ഞ ലോക്സഭയിൽ 37,000 വോട്ടാണ് BJP സ്ഥാനാർത്ഥി കരസ്ഥമാക്കിയത്. അത് സാധാരണ സംഭവിക്കുന്നതല്ല, അപ്രതീക്ഷിതമായി സംഭവിച്ച കാര്യമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 28,000 വോട്ട് BJP അമ്പലപ്പുഴയിൽ നേടിയിരുന്നു. ഇത് ഇപ്പോൾ അവർക്ക് ലഭിച്ചത് 16,348 വോട്ടാണ്. അപ്പോൾ ഒരു ക്ലീൻ ആയിട്ട് നമ്മൾ ഇലക്ഷൻ മുമ്പ് പറഞ്ഞ 5,000 വോട്ട് എന്നാണ് പറഞ്ഞതെങ്കിലും അദ്ദേഹം തന്നെ പറഞ്ഞ 5,000 വോട്ട് എന്നാണെങ്കിലും ഇപ്പോൾ ഒരു 10,000 വോട്ട് BJPയിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഷിഫ്റ്റ് ചെയ്ത വോട്ട് സ്വാഭാവികമായിട്ട് UDFന് പ്ലസ്സായി വന്നു എന്നുള്ളതാണ് പ്രാഥമികമായി കണക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം. രണ്ട്, ഇടതുപക്ഷത്തിന് നേരത്തെ കിട്ടിയിരുന്ന ചില പ്രദേശങ്ങൾ വോട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതെന്തുകൊണ്ടാണെന്ന കാര്യം ഞങ്ങൾ പരിശോധിക്കപ്പെടും. അപ്പോൾ BJPയിലോട്ട് പ്രധാനമായി പൊളിറ്റിക്കലായ ഷിഫ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ CPM തോൽക്കുകയും ജയിക്കുകയും ആദ്യമല്ലേ. അപ്പോൾ അദ്ദേഹം തന്നെ CPMന്റെ സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ 3 പ്രാവശ്യം തോറ്റിട്ടില്ല. അപ്പോൾ തോറ്റ സമയത്ത് എൻ്റെ പാർട്ടി ശിഖണ്ഡിയാണെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ തോൽക്കുന്നത് ഏതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കില്ല, പല ഘടകങ്ങൾ വരും. ഇവിടെ തന്നെ മുൻപ് ഞാൻ പറഞ്ഞു, BJPയിലെ 3 നേതാക്കൾക്കെതിരെ കേസ് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചാലും പറഞ്ഞു. അത് പറഞ്ഞ കാര്യം എന്നെ വർഗീയമായി അവതരിപ്പിക്കാനും ഇല്ലാത്തൊരു കള്ളക്കഥ മെനഞ്ഞിട്ട് അധിക്ഷേപിക്കാനും ഉള്ളൊരു ക്യാമ്പയിൻ നടന്നു ഈ മണ്ഡലത്തിൽ ഇലക്ഷൻ കാലത്ത്. പാർട്ടിക്ക് ഒപ്പം നിന്ന് തോറ്റ സമയത്ത് G സുധാകരൻ CPMനെ ശിഖണ്ഡിയെന്ന് വിളിച്ചിട്ടില്ലെന്നും എച്ച് സലാം പറഞ്ഞു.